അപ്പൊ നമ്മള് സാരികള് ഏതെല്ലാം പലതരത്തിലുള്ള സാരികളുണ്ട്. ഫോണിൽ ഒന്ന് കണ്ടോളൂ. മറ്റേ ഇത്ര സൗണ്ട് വരെ ഓക്കെ അല്ലേ? അത് മങ്ങിക്ക് വെച്ചു സ്റ്റാർട്ടിങ്. ഇപ്പൊ നമുക്ക് എന്തൊക്കെയാണ്? സോഫ്റ്റ് സിൽക്ക് ഉണ്ട്, കാഞ്ചീപുരം ഉണ്ട്, ബനാറസ് ഉണ്ട്. ബനാറസ് തന്നെ ഹാർഡ് ബനാറസ് ഉണ്ട്. ചിലത് നമുക്ക് ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന ടൈപ്പോലും ഉണ്ട്. ചില സാരികൾ നമുക്ക് കൊടുക്കാൻ വേണമെങ്കിൽ അയൺ പോലും ചെയ്യണ്ട, നമ്മൾ പിടിക്കുന്നിടത്ത് തന്നെ കൈ കിട്ടും. ചില സാരികൾ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും പറ്റത്തില്ല. ഇപ്പൊ നമ്മള് എടുക്കാൻ അറിയാമോ? എല്ലാവർക്കും അറിയത്തില്ല. അറിയത്തില്ല. പുതിയ സ്റ്റാർട്ടിങ് ആയിട്ട് 2-3 നേരം കണ്ടല്ലേ ഉള്ളൂ. ഇയാള് പിന്നെ 2 മോനറിയാമോ? പെർഫെക്ഷൻ ഇല്ല. ഓക്കെ. നമുക്ക് എന്തായാലും ഇപ്പൊ ഞാൻ സാരി അല്ല, ഞാനിപ്പോ ബോക്സ് പ്ലേറ്റ് ആണ് ഹോൾഡിംഗ് ആണ് പഠിപ്പിക്കുന്നത്. എന്നിട്ട് അത് എങ്ങനെ കൊടുക്കാം, അത് കഴിഞ്ഞ് മറ്റേ സാരിയുടെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഡിഫറൻസ്. ഒരു സാരി നമ്മുടെ കയ്യിൽ ചിലപ്പോൾ മുഹൂർത്തം ടൈമിലൊക്കെ ആയിരിക്കും നമ്മൾ സാരി ഇട്ടത്. അപ്പൊ നമുക്ക് ഒരിക്കലും ബോക്സ് പ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. തലേ ദിവസമോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂറോ മുന്നേ നമ്മുടെ കിട്ടിയാലും നമ്മുടെ ഹാൻഡ് ബോക്സ് കാര്യങ്ങൾ എല്ലാ സിറ്റുവേഷനും കറക്റ്റ് ആണെങ്കിലും നമുക്കൊരു ബോക്സ് പ്ലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും നമുക്ക് ആ ടൈമിൽ പെൻഡിഷൻ ഒരുക്കുന്ന സമയത്തിൽ ഒരിക്കലും ബോക്സ് ഹോൾഡിംഗ് ചെയ്യാൻ പറ്റത്തില്ല. മാക്സിമം നമുക്ക് കിട്ടുന്ന മുഹൂർത്തം പറ്റും. ഞാൻ മുഹൂർത്ത ടൈമിലുള്ള ഇവിടെ എന്തെങ്കിലും എന്താ അവിടെ പരിപാടി? മുഹൂർത്ത ടൈമിലുള്ള സാരി മാത്രം നമുക്ക് തലേ ദിവസം അവരോട് ചോദിക്കാം. നമുക്കിപ്പം ദൂരെ ഒരു സ്ഥലത്താണെങ്കിൽ പോലും നമുക്ക് പറ്റത്തില്ല. നമുക്ക് അടുത്തറിയാവുന്ന അല്ലെങ്കിൽ നമ്മളുമായിട്ട് അത്യാവശ്യം ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ബ്രൈഡിന്റെ മാത്രമേ നമുക്ക് സാരീസ് നമ്മുടെ കയ്യിൽ കിട്ടത്തുള്ളൂ. അപ്പൊ അത് നമുക്ക് എങ്ങനെ ചെയ്യാം? അത് ഭയങ്കര ഈസി ആയിരിക്കും. നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോയി ഒരു 5 മിനിറ്റ്സോ അല്ലെങ്കിൽ മാക്സിമം 7 മിനിറ്റ്സേ നമുക്ക് എടുക്കത്തുള്ളൂ ഒരു സാരി ട്രാപ്പ് ചെയ്യാനായിട്ട് ഒരു ബ്രൈഡിന്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അപ്പോഴാണ് കിട്ടുന്നെങ്കിൽ കളിച്ച് കുറച്ച് എത്ര സമയം എടുക്കും? എത്ര സമയം കൊണ്ട് സാരി ഉടുപ്പിക്കാൻ പറ്റും? എത്ര സമയം എടുക്കും സാരി ഉടുക്കാൻ? 15 മിനിറ്റ്. ഹാഫ് ആൻ അവർ സാരി ഉടുക്കാൻ ബ്രൈഡിന് അറിയില്ല. 10 മിനിറ്റ്. അപ്പൊ നമുക്ക് മാക്സിമം ഒരു 10-15 പോകത്തില്ല. 10 മിനിറ്റ് മാക്സിമം ടൈം. അതുപോലെ നമുക്ക് ക്രിസ്ത്യൻ ബ്രൈഡിന് ഗൗൺ മാറ്റിയിട്ട് അവരെ കയറ്റി വെച്ചിട്ട് അവർ ഫുഡ് വിളക്കുന്നത്. കാരണം 1-1.5 പള്ളിയിൽ വരുമ്പോ എല്ലാവരും അക്ഷമനായിട്ട് ഫുഡ് കഴിക്കാൻ മുന്നിലിരിക്കുക. അപ്പൊ ആ ടൈമിൽ നമുക്ക് 5 മിനിറ്റ് പോലും തരില്ല. ചില ഗൗൺ വരുന്ന സമയമാകുമ്പോഴത്തേക്ക് അപ്പത്തിന് അതുകൊണ്ട് ഹാൻഡ് ഓൺ പ്രാക്ടീസ് ചെയ്യുക. എത്ര സ്പീഡിന് നമുക്ക് സാരി ഉടുപ്പിക്കാൻ പറ്റുമോ, അത് നന്നായിട്ട് ഉടുപ്പിക്കാൻ പറ്റുമോ, അത് നമ്മൾ ഹാൻഡ് ഓൺ പ്രാക്ടീസ്. എനിക്ക് ഐഡിയാസേ പറഞ്ഞുതരാൻ പറ്റത്തുള്ളൂ. ചെയ്ത് പഠിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാരണം എല്ലാവർക്കും സാരിയാണ്. ഏത് ബ്രൈഡ് ഇപ്പം മുസ്ലിം ബ്രൈഡിന് മിക്കവർക്കും വീട്ടിലോട്ട് സാരിയിലേക്ക് വന്നില്ല, അല്ലെങ്കിൽ മാറി. അപ്പൊ സാരി നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. ഇപ്പൊ ഒത്തിരി ടൈപ്പിൽ സാരി ഉണ്ട്. നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു സെക്ഷനാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അയൺ ബോക്സ് നമുക്കിപ്പം എല്ലാവരും പറഞ്ഞിട്ട് വെള്ളമുള്ളത് വേണം, അങ്ങനത്തെ വേണം, ഇങ്ങനത്തെ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള അയൺ ബോക്സ് അതാണ് നമ്മുടെ ആയുധം. ഏതായാലും അപ്പൊ അതിന്റെ മെയിനായിട്ട് ഓടിക്കൊണ്ടത് സാരിക്കകത്ത് ആരും അയൺ ബോക്സ് വെക്കരുത്. 50,000-60,000 രൂപയുടെ സാരികളായിരിക്കും. പുതിയ പോയാൽ നമ്മളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ കറക്റ്റ് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുക. അതുപോലെ മെയിനായിട്ട് സാരിയുടെ കുത്തുന്ന ഭാഗത്ത് എവിടെയെങ്കിലും ആ മെറ്റീരിയലും ഈ അയൺ ബോക്സിന്റെ ടെമ്പറേച്ചറുമായിട്ട് കറക്റ്റ് ആണോന്ന് കുത്തുന്നതാണ്. അവിടെയാണ് നമുക്ക് എന്തെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ മുന്നാണിയിലോ വേറെ കാണുന്ന ഒരിടത്തും ചെയ്യാൻ പാടില്ല കേട്ടോ. സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്താ ഇവിടെ ഇടുപ്പില് കുത്തുന്നത്. കേട്ടോ, ഈ ഭാഗത്ത് എവിടെയെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അല്ലാതെ ഓടിക്കൊണ്ട് വേറെ ഒരിടത്തും അയൺ ബോക്സ് വെക്കല്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 50 പേരെയൊക്കെ കാണിച്ച് ചുരുണ്ടുകൂടിയായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെയുള്ള സാരി നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ബ്രൈഡിനോട് പറയാം, തലേ ദിവസം സാരി റോൾ ചെയ്ത് വെക്കാൻ പറയാം. റോൾ ചെയ്ത് കഴിയുമ്പോ സാരി നമുക്ക് നന്നായിട്ട് കിട്ടും. 5 ഉണ്ടോ? ഇപ്പൊ കറക്റ്റ് 6 പോയിന്റ് ആണ് വരുന്നത്. 6.1 അതിലൊക്കെ ആയിരിക്കും വരുന്നത്. ബ്ലൗസ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് 5.4 പിന്നെ പോയിന്റൊക്കെ കിട്ടുള്ളൂ. 5.5 മീറ്റർ കിട്ടത്തില്ല. ചില സാരികൾ കാണുന്നു, അത് കുറച്ചും കൂടെ നമുക്ക് നന്നായിട്ട് പ്ലേസ് എടുക്കാൻ പറ്റും. ചിലത് നമുക്ക് ഒട്ടും കണ്ടില്ല. പിന്നെ അതുപോലെ വണ്ണം ഉള്ളവർക്ക് നമുക്ക് പ്ലേസ് 3 ചിലപ്പോൾ 4 പ്ലേസ് ഒക്കെ കിട്ടത്തുള്ളൂ. വണ്ണം കുറവുള്ളവർക്ക് ഒരു 6-7 പ്ലേസ് ഒക്കെ കിട്ടും. അപ്പൊ നമ്മള് ഇവിടുത്തെ
പ്ലീറ്റ്സ് എടുക്കുന്നത് എത്രയാണെന്നല്ലോ 5.25 മീറ്ററിൽ 2 മീറ്റർ നമ്മൾ ഫ്രണ്ട് പ്ലീറ്റ്സ് ഒരു 40 ഇഞ്ച് അല്ലെങ്കിൽ 45 ഹൈറ്റ് ഉള്ള ഇല്ലാത്തവർക്ക് ഒരു 40 ഇഞ്ച് അതുകൊണ്ട് നോക്കിയത് 40 ഇഞ്ച് നമ്മൾ ഷേപ്പ് ആരും കൊണ്ടുപോകത്തില്ല. നമ്മളൊരു ഐഡിയ പറഞ്ഞു തരുന്നത്. പിന്നെ ഒരു ഹാൻഡിൽ ഒരു ഐഡിയ എടുക്കുക. മെഷർമെന്റ് എന്ന് പറയുമ്പോൾ 40 to 45. പൊക്കം കുറഞ്ഞവർക്ക് ഒരു 40, കുറച്ചും കൂടെ ഹൈറ്റ് ഉള്ളവർക്ക് 45. 40 1 മീറ്റർ പിന്നെ 1.25 മീറ്ററിന് താഴെ. അതാണ് നമ്മൾ ഇവിടെ ഇടുന്ന താഴോട്ടുള്ള സ്ലിപ്പിന്റെ അളവ്. ഓക്കെ. പല്ല്. പിന്നെ നമ്മൾ ഇവിടെ നിങ്ങോട്ട് കുത്തുന്നതും അതേപോലെ 40 അതായത് വണ്ണം അനുസരിച്ച്. പിന്നെ ബ്രൈഡിനെ നേരത്തെ കണ്ടവരാണെങ്കിൽ കുറച്ചും കൂടെ അത് 40 to 45. 1 മീറ്റർ വെച്ച് പോയില്ല 1.25. 1 മീറ്റർ ടു 1.25. ഹൈറ്റ് നമുക്ക് 1.25 മതി. 1 മീറ്റർ. അത് നമുക്ക് അളക്കാൻ നമ്മൾ ടേപ്പ് കൊണ്ടാണ് അളക്കുന്നതല്ല. അതിന്റെ ഒരു ഐഡിയ ആണ് ഞാൻ പറഞ്ഞത്. മെഷർമെന്റ് ആണ്. പിന്നെ അത് എടുക്കേണ്ട രീതി ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുത്തി എടുക്കുന്നതും അതേപോലെ തന്നെ 1 മീറ്റർ 40 to 45. ഇവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് കുത്തി ഇവിടെ പ്ലീറ്റ്സിന്റെ അവിടെ വരെയുള്ള അളവ് 1 തൊട്ട് 1.25 വരെ. സെയിം അളവ്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കറങ്ങി ഇവിടെ വരെ വരുന്നത് നമ്മുടെ പ്ലീറ്റ്സ് എടുക്കുന്നതിന്റെ ഭാഗം വരെ. അപ്പൊ എത്രയും 3 മീറ്റർ ആയിരിക്കും. പിന്നെ 3 മീറ്റർ ആയിട്ടില്ല, 3 മീറ്റർ കുറച്ച് താഴെ വരുള്ളൂ. പിന്നെ 2 മീറ്റർ നമുക്ക് പ്ലീറ്റ്സ് എടുക്കാൻ. ബാക്കി ഭാഗം ഇവിടെ ഇങ്ങോട്ട് പോകും. അപ്പൊ നമ്മുടെ 5.25 മീറ്റർ സാരി. ഓക്കെ. ഇപ്പൊ നമ്മളിപ്പം നമ്മുടെ ടേപ്പ് ഒന്നുമില്ല. നമ്മള് ടേപ്പ് ഒന്നും കൊണ്ടല്ല പോകുന്നാല് എപ്പോഴും നമ്മുടെ ടേപ്പ് സാരി എടുത്തിട്ട് ടേപ്പ് അളക്കാനും പറ്റില്ല. അതിനെന്താ ചെയ്യുന്നത്? പ്ലീറ്റ്സ് എടുത്തിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ. നമ്മുടെ ഒരു ഹൈറ്റിന്റെ അളവിൽ നമ്മൾ മെഷർമെന്റ് നോക്കുക. ഹൈറ്റ് ഉള്ളവരാണ് കുറച്ചും കൂടെ താഴെ ഇട്ട് എടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ അളവിലെടുത്ത് ഒരു പിൻ ചെയ്യുക. അതായത് എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. നമ്മളെല്ലാം ഇപ്പൊ നമ്മൾ ഹെയർ ആയാലും ഹെയർ കട്ടൊക്കെ നമ്മളെങ്ങനെ 40, 80, 90, 80 അത് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ 190 പിടിക്കാൻ നമ്മൾ ചെയ്ത് വെച്ച ആൾക്കല്ലല്ലോ പിടിക്കുന്നത്. നമ്മുടെ ഒരു ഐഡിയ അല്ലേ. ഇങ്ങനെ പിടിക്കുന്നു, ഇങ്ങനെ പിടിക്കുന്നു, ഇങ്ങനെ പിടിക്കുന്നു. അതേപോലെ തന്നെ സാരിയും മെഷർമെന്റ് നമ്മുടെ മൈൻഡിൽ ഇരിക്കേണ്ട. മെഷർമെന്റ് നമുക്ക് നോക്കാൻ പറ്റില്ല. നമുക്ക് എല്ലാ സമയത്തും നമുക്കത് പറ്റുന്ന കാര്യമില്ല. അതുകൊണ്ട് നമ്മളിവിടെ ഇട്ടിട്ട് നമ്മുടെ ഇതിൽ തന്നെ നോക്കുക. ജസ്റ്റ് എത്ര ലെങ്ത് വേണം, എത്രത്തോളം വേണം. അതേപോലെ തന്നെ ഇവിടത്തെ അളവ് നമുക്ക് ഒരു ഊഹം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മുടെ 2 കൈയുടെ അളവ് എടുത്താൽ മതിയാവും. എളുപ്പമുള്ളതാണ്. ഇത് മതിയാവും. നമുക്ക് ചുറ്റിയെടുക്കാം. വണ്ണം ഉള്ള പിള്ളേരാണ് കുറച്ച് മതി. മണ്ണില്ലാത്തവർക്ക് ഇത് മതി. പിന്നെ നമ്മൾ പ്ലീറ്റ്സ് വെച്ചതിന് ശേഷം കറങ്ങി കുത്തുക. അത് എവിടെ വരുന്നോ അവിടെ കുത്തുക. അല്ലാതെ ഇവിടെ നിന്ന് കുത്തിയെടുത്ത് നമ്മൾ പ്ലീറ്റ്സിന് അവിടെ കൊണ്ടുവന്ന് നമ്മൾ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന വ്യത്യാസം വരും. നമ്മൾ പ്ലീറ്റ്സ് ഇവിടെ അത് ഞാൻ കുടിപ്പിക്കാൻ തന്നെ കാണിക്കാമേ. ആദ്യം നമ്മൾ പ്ലീറ്റ്സ് എടുക്കണം. അപ്പൊ നമുക്ക് ഇവിടെ വണ്ണമുള്ളവർക്കാണെങ്കിൽ എങ്ങനെ വീതി ഒരു മാക്സിമം ഒരു 5 വിരലിന്റെ വീതി. അതിന് മേലിൽ പോലെ ഭയങ്കര വൃത്തിയുടെ വീതി കൂടിയ ബോർഡർ. 3 വിരലിന് താഴെ പോകില്ല. 3 വിരലിന് താഴെ പോകുന്ന സെയിൽസ് ഗേൾസ് അല്ലേ നമ്മുടെ ഷോറൂമിലൊക്കെ നിൽക്കുന്നത്. അവർ ഇത്രയേ എടുക്കും. അത് നമുക്ക് ബ്രൈഡിന് എടുക്കാൻ കുഴപ്പമില്ല. അത് ഭയങ്കര വൃത്തിയുടെ. മിനിമം ഒരു ബ്രൈഡിന് 4 വിരൽ വീതിയാണ് മിനിമം നോർമലി പോകുന്നത്. അത് ആ വിരൽ മാത്രം നോക്കണ്ട. അവരുടെ ഒരു കാര്യത്തിന് സാരിയുടെ കസവ് നോക്കണം. കസവിന് ഒത്തിരി വീതിയാണ് നമുക്ക് കുറയ്ക്കാം. കുറച്ച് വീതി കുറവാണെങ്കിൽ ഇച്ചിരി കൂട്ടിയെടുക്കാം. ഈ വീതിയാണ് എപ്പോഴും നന്നായിട്ടിരിക്കുക. മാക്സിമം വണ്ണം നല്ല വണ്ണമുള്ളത്. ആദ്യത്തെ പ്ലീറ്റ്സ് അത്യാവശ്യം ഈ കറക്റ്റ് വീതി എടുക്കാം. തൊട്ട് പറയുന്നതിൽ ഒരു കുറച്ച് അകത്തോട്ട് എടുക്കുക. ബാക്കിയുള്ളതെല്ലാം ചെറുതായിട്ട് എടുക്കാം. മാക്സിമം ഇത് വീതി കുറഞ്ഞ സാരി തന്നെ. അല്ലെങ്കിൽ നമുക്കൊരു 12 മീറ്റർ എടുക്കാം. 12 എടുക്കാം. പെട്ടെന്ന് മതിയായത്. ഇനി ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഓരോ 1-2 എണ്ണം എക്സ്ട്രാ എടുക്കും.
സാരിയെ കുറിച്ചൊന്നും അറിയില്ല. ആ സമയത്ത് മൈനും കൂടി ചെയ്ത് വെക്കുന്നില്ലേ? ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്തത് കറക്റ്റ് ആക്കാം? ഈ സൈഡ് കാണില്ല, നമ്മൾ ഒരു ഉദ്ദേശത്തിന് നമ്മൾ എടുത്ത് ഇതുപോലെ വെച്ചാൽ ആ എല്ലാവരും ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാക്കാം. കുട്ടിക്ക് പറയുമ്പോൾ അല്ല നമ്മൾ പീസ് എടുക്കുമ്പോൾ ഇവിടെ ഈ സൈഡ് കറക്റ്റ് ചെയ്ത് പോവുക. അവസാനം ഇവിടെ കറക്റ്റ് ചെയ്യാൻ നിന്നെങ്കിൽ ഇവിടെ എല്ലാം ചാടി കുറേ ചാടി കിടക്കും. എപ്പോഴും ഇവിടെ കറക്റ്റ് ചെയ്ത് പിൻ ചെയ്ത് വേണം കേട്ടോ. ഇവിടെ അകത്തും ഇത് കുഴപ്പമില്ല. അത് നമ്മൾ അകത്ത് പിൻ ചെയ്ത് വെക്കുന്ന ഭാഗം കാണില്ല. നമ്മുടെ ഈ ഭാഗം കറക്റ്റ് വിസിബിൾ ആവുന്ന ഭാഗം. ബ്ലൗസ് ഇട്ട് സാരി ബ്ലൗസ് ഇട്ട് വരാനില്ലല്ലോ കേട്ടോ. ബ്ലൗസിന്റെ എനിക്ക് ബ്ലൗസിൽ കുത്തുന്ന കാണിക്കാൻ ഓ സാരി ബോക്സ് പ്ലീറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കലുണ്ട് ഷോപ്പിൽ. 2000. ആദ്യം 8 പീസ് എടുത്ത് ഇപ്പം 10. ഇതാ ഇത്രയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു 40-45 ഇഞ്ചോളം വരും. ഇതവിടെ വെച്ച് നോക്കും. എൻ്റെ ഒരു അളവ് കറക്റ്റ് ആക്കി ഇവിടെ കുത്തോ.
ഇങ്ങനെ തേക്കാൻ കിട്ടില്ല കേട്ടോ, നന്നായിട്ട് തേച്ചെടുക്കും. മേക്കപ്പിലുള്ള മേക്കപ്പ്, ഫേസ് മേക്കപ്പ്, അതുപോലെ തന്നെ ഹെയർ, അതുപോലെ തന്നെ സാരി ട്രാപ്പിംഗ്, ഓണംസ്, ഇതെല്ലാം ഓക്കെ ആയ ഒരു ബ്രൈഡ് പെർഫെക്റ്റ് ആയിരുന്നു. ഒരെണ്ണം കുറവായ എല്ലാം. അതുപോലെ നമ്മൾ ഇവിടെ നമ്മൾ പിൻ ചെയ്യുന്ന ഭാഗം അവിടെ കറക്റ്റ് ഷാർപ്പ് പോയിന്റിൽ എല്ലാം കൂടെ ജോയിൻ ചെയ്യണം കേട്ടോ. അവിടെ നിന്ന് വേണം നമ്മുടെ പ്ലീസുകൾ താഴോട്ട് വരാൻ. അയണത്തിൽ ചെയ്യാം, പക്ഷേ നമ്മൾ ഈ അയൺ ചെയ്തുകൊണ്ട് പോകുന്ന ആ ഒരു പ്രശ്നം അത്ര ചിലപ്പോഴേ നമുക്ക് കിട്ടും. ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ ഏറ്റവും എളുപ്പമാണ് വൃത്തിയായിട്ടിരിക്കുന്നത്. അതുപോലെ ഇവിടെ എടുക്കുന്ന പ്ലീറ്റ്സ്, ഇവിടെ നിന്ന് വരുന്ന ആ പ്ലീറ്റ്സിന്റെ ഈ അളവുകൾ കറക്റ്റ് ആയിരിക്കണം. ഒരെണ്ണം ഇച്ചിരി വീതി കൂടി, അടുത്ത ഇച്ചിരി വീതി കുറഞ്ഞ്, പിന്നത്തെ വീതി കൂടി കഴിയുമ്പോൾ ആ വലിയ പോകും. ഇവിടെ നിന്ന് വരുന്ന ആ ഒരു കണ്ടിന്യൂറ്റി ഇവിടെ നിന്ന് ഇവിടെ വരെ ഒരേ ലെവലായിരിക്കും. അത് തേക്കുമ്പോൾ ശ്രദ്ധിച്ച് തേക്കണം അത് കേട്ടോ. ചില സാരിയിലൊക്കെ തേക്ക് മടക്കുന്നതിന് പിന്നെ നമുക്ക് മല പാടാം. അതുകൊണ്ട് തേക്കുമ്പോൾ അത് നോക്കി ക്ലിയർ ചെയ്തിട്ട് തേക്കാവുള്ളൂ. പിന്നെ ചില സാരിക്ക് ഫോട്ടം കാണും. അപ്പം എപ്പോഴും നമ്മൾ സാരിയുടെ ലെവല്, ഇപ്പൊ താഴത്തെ സെന്ററിലെ പ്ലേസ് ആയാലും കറക്റ്റ് ഷേപ്പിൽ തന്നെ പിടിക്കണം. ചെറുതായിട്ട് ഓടിച്ചു പോയ സാരി മുഴുവൻ നമുക്ക് കുളിച്ചു. ഇവിടെ വരുന്ന ആ ഒരു വീതി ഉണ്ടല്ലോ, നമ്മള് ഒരു കസവിന്റെ ഒരു വീതി എടുത്തല്ലോ, ആ വീതി തന്നെ ആയിരിക്കണം ഇവിടെ വരെ വരുമ്പോൾ. ചിലത് ഇവിടെ എടുക്കുന്ന വീതിയെക്കാട്ടിലും കൂടും, താഴോട്ട് വരുമ്പം പിടിക്കുന്ന വീതി കൂടുമ്പോൾ അത് ഭയങ്കര ബോറാണ്. കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഈ അളവ് തന്നെ ആയിരിക്കണം ഇനി വരെ എടുക്കുക. ആ ഒരു മണക്ക് മാറിപ്പോ.
ഫ്രണ്ടിലുള്ള 1 2 പ്ലീറ്റ്സ് പൊങ്ങിയത്. ഇത് സെറ്റ് ചെയ്ത് വെക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പിൻ ചെയ്ത് വെക്കാം, മാറി പോവാതിരിക്കാൻ വേണമെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സമയം. ഇതിന് അളവുണ്ടോ? ആവില്ല, നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ, ഒരു 3/4 മീറ്റർ അല്ലെങ്കിൽ 1/2 മീറ്റർ ഇവിടെ വരെ അതവിടെ വിട്ടു. അത് കഴിഞ്ഞിട്ട് ഈ സെൻട്രൽ പോർഷനിൽ വെച്ചെടുക്കണേ. എടുത്തു ഇവിടെ നിന്ന് പീസ് എടുക്കുക. അപ്പം ഫസ്റ്റ് പ്ലേറ്റ് അറിയാലോ, എപ്പോഴും കുറച്ച് വലുതാക്കി എടുക്കുക. അതെന്താണ് കാരണം? തുറന്നു പോകാതിരിക്കാൻ. രണ്ടാമത്തെ തൊട്ട് നോർമൽ രീതിയിൽ പിന്നെ ഇവിടെ ഒരു പ്ലീറ്റ്സ് കൂടി പോയാലും ടെൻഷൻ വേണ്ട. നമ്മൾ കൊടുക്കുമ്പോൾ കുറവാണെങ്കിൽ ഒന്നങ്ങ് അഴിച്ചിട്ടാൽ പ്ലേറ്റ്. ബോക്സ് ഹോൾഡിങ്ങിന്റെ പ്രത്യേകത എന്താ? 2 പ്ലേറ്റ്സ് എങ്ങനെ എടുക്കാം? കുറച്ച് ഗ്യാപ്പ് ഇട്ടിരിക്കുക. നമ്മൾ നോർമലി സാരി ഉടുപ്പിക്കുമ്പോൾ എങ്ങനെ ഒറ്റ എടുക്കാം. ഇത് നമ്മൾ ബോക്സ് പ്ലേറ്റ് മാറ്റി മാറ്റി വയ്ക്കും. ഇതിന്റെ കാര്യമാണ് ഈ ഒരു പ്ലീറ്റ്സ് നമ്മൾ ഫ്രണ്ട് എടുക്കുമ്പം അവിടത്തെ അതേ കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വരണം. ഇങ്ങനെ കയറരുത്, ഇങ്ങനെ കയറരുത്, ഇങ്ങനെയൊന്നും കയറില്ല. മിക്കവാറും സാരികൾക്ക് ഒരു ലൈൻസ് കാണും. മിക്കവാറും ബ്രൈഡിന്റെ എന്തെങ്കിലും ഒരു ഡിസൈൻ്റെ ഒരു ഇത് കാണും. അപ്പൊ നമുക്ക് അതനുസരിച്ച് എടുക്കാനും എളുപ്പമായിരിക്കും. ലെങ്ത് വീഡിയോ എടുക്കല്ലേ, കട്ട് ചെയ്ത് എടുക്കുക, ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവർക്കും